യൂട്യൂബർ ശാലുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത വിവരം എല്ലാവർക്കും അറിഞ്ഞിരിക്കും എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ വിഷയത്തിൽ എല്ലാവരും ശാലുവിനെ മാത്രമാണ് കുറ്റം പറയുന്നത്. 14 വയസ്സുകാരിയായ ആ പെണ്ണ് ചെയ്തത് ശരിയാണോ? അവളും ചെയ്തത് തെറ്റല്ലേ? ശാലുവിന് ചാറ്റിംഗ് ചെയ്തു, സ്നേഹം പകർന്നു, എല്ലാം ചെയ്തതിന് ശേഷം ഇപ്പോൾ കുറ്റം മൊത്തം ശാലുവിൻ്റെ തലയിലായി. ആ സഹോദരിയുടെ ഉമ്മ ഉപ്പ ഈ വിഷയം നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെണ്ണും യൂട്യൂബർ ശാലും ചാറ്റിംഗ് ചെയ്യുന്നതിനെ തടയണമായിരുന്നു. സ്വന്തം ഉപ്പ ഉമ്മാക്ക് തൻ്റെ മകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവർ രക്ഷിതാക്കളായിട്ട് എന്ത് കാര്യം? അവളോട് ഈ ചാറ്റിംഗ്, ഫോൺ വിളിയെല്ലാം നിർത്തണം എന്ന് പറഞ്ഞിട്ടും നിർത്തില്ലെങ്കിൽ അവളുടെ കയ്യിലേക്ക് മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഇത് അവൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്ത്, മൊബൈലും കൊടുത്ത്, റീചാർജും ചെയ്ത് കൊടുത്ത്, വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ മകളോട് ഒന്നും ചോദ്യം ചെയ്യാതെ, അവസാനം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അയ്യേ എൻ്റെ മകൾ ഒന്നും ചെയ്തില്ലേ, അവളുടെ മേൽ ഒരു തെറ്റും ഇല്ല എന്ന് പറഞ്ഞ് നടക്കാം. ഒരു കൈകൊണ്ട് ഒരിക്കൽ പോലും കൈകൊട്ടാൻ, ക്ലാപ്സ് അടിക്കാൻ കഴിയില്ല. അതിന് 2 കൈകൾ വേണം. അതേപോലെ ഒരു പെണ്ണ് മനസ്സറിഞ്ഞ് സമ്മതിക്കാതെ, അവൾ ഇവനെ ഇഷ്ടപ്പെടാതെ, ഇവൻക്ക് അവളോട് ചാറ്റിംഗ് ചെയ്യാനും ഫോൺ വിളിക്കാനും ഒന്നിച്ച് കറങ്ങാനും കഴിയില്ല. ശാലു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശാലുവിന് കോടതി ശിക്ഷ നൽകട്ടെ. പക്ഷേ തെറ്റ് രണ്ടാളുടെ ഭാഗത്തും ഉണ്ട് എന്ന സത്യം നിങ്ങൾ അറിയണം.